ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് കാവ്യകുസും എന്ന പുസ്തകത്തിലെ ജാഗോ ഫിർ ഏക് ബാർ എന്ന ഒരു കവിതയാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ആ കവിത എഴുതിയിരിക്കുന്നത് സൂര്യകാന്ത് ത്രിപാഠി നിരാല. കവിതയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് കവിയെ ഒന്ന് നമുക്ക് പരിചയപ്പെടാം. സൂര്യകാന്ത് ത്രിപാഠി നിരാല ഛായാവാദി കാവ്യധാരാകെ അപ്രതിം കലാകാർ. അത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഛായാവാദി കാവ്യധാര എന്ന് പറയുന്നത് ഹിന്ദിയിലെ കാൽപ്പനിക പ്രസ്ഥാനമാണ്. കാൽപ്പനിക കവിതകളെയാണ് ഈ ഛായാവാദി കാവ്യധാര എന്ന ഒരു മേഖലയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഛായാവാദി കാവ്യധാരയിലെ സർവശ്രേഷ്ഠനായ ഒരു കലാകാരനാണ് സൂര്യകാന്ത് ത്രിപാഠി നിരാല. ജന്മ സൻ 1896 ईस्वी ബംഗാൾ കെ മഹിഷാദൽ. അദ്ദേഹം ജനിച്ചത് 1896 ബംഗാളിലെ മഹിഷാദൽ എന്ന് പറയുന്ന സ്ഥലത്ത്. കവിത ഓർ ജീവൻ മേ ക്രാന്തികാരി. അദ്ദേഹം കവിതയിലായാലും ജീവിതത്തിലായാലും എല്ലായ്പ്പോഴും ക്രാന്തികാരിയായിരുന്നു. അതായത് വിപ്ലവ സ്വഭാവത്തോടു കൂടിയ ഒരു വിപ്ലവ നായകനായിരുന്നു ഈ നിരാല എന്ന് പറയുന്നത്. അത് പറയുന്നതിൻ്റെ കാര്യം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം കൊള്ളരുതായ്മകളെ ഒന്നും വെച്ച് പൊറുപ്പിക്കില്ലായിരുന്നു. അതായത് ഒരു അന്യായം കണ്ടാലോ അഴിമതി കണ്ടാലോ അടിച്ചമർത്തലുകൾ കണ്ടാലോ അദ്ദേഹം അതിനെ തുറന്ന് വിമർശിക്കുമായിരുന്നു, നേരിട്ടും കവിതയിലൂടെയും എല്ലാം. അതുകൊണ്ടാണ് കവിത ഓർ ജീവൻ മേ ക്രാന്തികാരി, വിപ്ലവകാരി എന്ന് പറയുന്നത്. ആധുനിക് ഹിന്ദി കവിത മേ നയേ പ്രയോഗ്, ഹിന്ദി സാഹിത്യ മേ മുക്ത ഛന്ദ് കാ ആവിഷ്കാർ. ആ രണ്ട് പോയിൻറ്റും കൂടി കണക്റ്റഡ് ആണ്. അതായത് നിരാല മോഡേൺ ഹിന്ദി സാഹിത്യത്തിൽ അല്ലെങ്കിൽ ഹിന്ദി സാഹിത്യത്തിൻ്റെ ആധുനിക കാലത്തിൽ ഒരുപാട് പുതിയ പുതിയ എക്സ്പെരിമെൻറ്റ്സ് കൊണ്ടുവന്ന ആളാണ്. ആണ് നയേ പ്രയോഗ്, പുതിയ പ്രയോഗങ്ങൾ, പുതിയ എക്സ്പെരിമെൻറ്റ്സ്, പരീക്ഷണങ്ങൾ കൊണ്ടുവന്ന അല്ലെ ആവിഷ്കരിച്ച ആളാണ് നിരാല. അത് പറയുന്നതിൻ്റെ കാര്യം തൊട്ടടുത്ത പോയിന്റിലുണ്ട്. ഹിന്ദി സാഹിത്യമേ മുക്ത ഛന്ദ് കാ ആവിഷ്കാർ. കാവ്യ ലോകത്ത് അതുവരെ നിലനിന്നിരുന്ന കുറേയധികം നിയമങ്ങൾ, അതായത് കവിത ഈ രീതിയിൽ എഴുതണം, കവിത അങ്ങനെ എഴുതണം എന്നൊക്കെ പറഞ്ഞ് കുറേ നിയമങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കവിതയെ ഇത്തരം ചട്ടക്കൂടുകളിൽ നിന്നെല്ലാം, അതിൻ്റെ നിയമങ്ങളുടെ ബന്ധനത്തിൽ നിന്നെല്ലാം സ്വതന്ത്രമാക്കലിലൂടെ അതിനൊരു ജീവശ്വാസം, അതായത് കവിത എന്ന് പറയുന്നത് കവിയുടെ മനസ്സിൽ നിന്ന് വരുന്ന ആ ഒരു ഇമോഷൻസ്, ഫീലിങ്സ്, അതൊക്കെയാണത്. അതിനെ കുറേയധികം നിയമങ്ങളിൽ ബന്ധിച്ചിട്ട് കഴിഞ്ഞാൽ, കെട്ടിമുറുക്കി ഇട്ട് കഴിഞ്ഞാൽ അതിന് ശ്വാസം മുട്ടും. അപ്പം അതുകൊണ്ട് അതിനൊരു മാറ്റം വരുത്തിക്കൊണ്ട് നിരാല മുക്തഛന്ദ്, ഛന്ദ് എന്ന് പറഞ്ഞാൽ വൃത്തം എന്നാണ് അർത്ഥം. അപ്പോൾ വൃത്തമൊന്നുമില്ലാത്ത, വൃത്തത്തിൽ നിന്നെല്ലാം സ്വതന്ത്രമായ ഒരു രീതി സ്വീകരിക്കുകയുണ്ടായി. അപ്പം അത് തുടക്കകാലത്ത് ഭയങ്കരമായ വിമർശനങ്ങൾക്കൊക്കെ വഴിവെച്ചൊരു കാര്യമാണ്. പിന്നീട് അത് സ്വീകരിക്കപ്പെട്ടു വന്നു എന്നുള്ളതാണ് സത്യം. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് ഹിന്ദി സാഹിത്യമേ മുക്ത ഛന്ദ് കാ ആവിഷ്കാർ. വിദ്രോഹ്, ക്രാന്തി ഓർ പരിവർത്തൻ കെ കവി. നമ്മൾ നേരത്തെ കണ്ടു, അദ്ദേഹം ഒരു വിപ്ലവകാരിയായ വ്യക്തിയും കവിയുമൊക്കെ ആയിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ സമൂഹത്തിലെ വെച്ച് പൊറുപ്പിക്കാൻ പറ്റാത്ത പല കൊള്ളരുതായ്മകൾക്കെതിരെയും അദ്ദേഹം തുറന്നടിച്ചു. അപ്പം അത്തരത്തിൽ തുറന്ന പ്രതിഷേധങ്ങളും വിദ്രോഹങ്ങളും വിപ്ലവവും ഒക്കെ നടത്തുകയുണ്ടായി. അതിലൂടെ മാറ്റം വരുത്താൻ ശ്രമിച്ച ഒരു കവിയാണ് നിരാല. ശോഷിത്, പീഡിത് ഓർ ദളിത് ജനതാ കെ പ്രതി കരുണ ഏവം സഹാനുഭൂതി. ചൂഷണം ചെയ്യപ്പെട്ടവരും പീഡിപ്പിക്കപ്പെട്ടവരും ആയ അല്ലെങ്കിൽ ദളിത് കമ്മ്യൂണിറ്റി, ദളിത് ജനത തുടങ്ങിയ അടിച്ചമർത്തപ്പെട്ട വിഭാഗങ്ങളോടൊപ്പമായിരുന്നു നിരാലയുടെ മനസ്സും. വ്യക്തി എന്ന നിലയിലും അദ്ദേഹം കവി എന്ന നിലയിലും ഇങ്ങനെയുള്ള കുറേയധികം ആളുകൾക്കൊപ്പമായിരുന്നു. അവരോടൊരു കരുണയും ദയയും സഹാനുഭൂതിയുമൊക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ കവിതകളിൽ കാണാൻ സാധിക്കും. പ്രമുഖ് രചനായി, അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ, കവിതകളാണെല്ലാം ജൂഹി കി കലി, രാം കി ശക്തി പൂജ, തുളസീദാസ്,
സരോജ് സ്മൃതി, കുക്കുർമുത്ത, ജാഗോ ഫിർ ഏക് ബാർ ആദി. കവിതകൾ മാത്രമേ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളൂ, അല്ലാതെ എസ്സേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ കവിതകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് ഈ കൃതികളുടെ പേരുകൾ ഓർത്തു വയ്ക്കുക. നമുക്ക് കവിതയിലേക്ക് കടക്കാം. ജാഗോ ഫിർ ഏക് ബാർ. അപ്പം അതിന് മുൻപായിട്ട് 1-2 കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. ജാഗോ ഫിർ ഏക് ബാർ എന്ന് പറഞ്ഞ കവിത എടുത്തിരിക്കുന്നത് നിരാലയുടെ പരിമൾ എന്ന് പറയുന്ന കാവ്യ സമാഹാരത്തിൽ നിന്നാണ്. ആ കളക്ഷൻ്റെ പേര് പരിമൾ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാനുള്ള ഊർജം, ഒരു പ്രചോദനമാണ് ഈ കവിത. നമ്മുടെ പൂർവികരായിട്ടുള്ള ആളുകളുടെ, വീരയോദ്ധാക്കളുടെ ചരിത്രം, പൂർവ്വകാല ചരിത്രം, അവരുടെ യുദ്ധഗാഥകൾ ഒക്കെ നിരത്തി വെച്ച് നമ്മളെ പോരാടാൻ വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടാനുള്ള ഒരു ശക്തി പകർന്നു തരികയാണ് കവിയുടെ ഉദ്ദേശ്യം. അപ്പോൾ കവിതയിലേക്ക് കടക്കാം. ജാഗോ ഫിർ ഏക് ബാർ. ടൈറ്റിൽ അർത്ഥമാക്കുന്നത് ജാഗോ, ഉണരൂ, ഫിർ ഏക് ബാർ, ഒരിക്കൽ കൂടി. അപ്പോൾ ഉണരേണ്ട ആവശ്യമുണ്ട് ഇപ്പോൾ ആണ് പറയുന്നത്. ജാഗോ ഫിർ ഏക് ബാർ. സമർ അമർ കർ പ്രാൺ, ഗാൻ ഗായേ മഹാസിന്ധു സേ, സിന്ധു നദ് തീർവാസി. ജാഗോ ഫിർ ഏക് ബാർ, സമർ അമർ കർ പ്രാൺ, ഗാൻ ഗായേ മഹാസിന്ധു സേ, സിന്ധു നദ് തീർവാസി. അതായത് പൂർവികരുടെ കാര്യമാണ് പറയുന്നത്. പണ്ട് കാലത്ത് ഈ സിന്ധു നദീതീരത്ത് വസിച്ചിരുന്നവർ, അതായത് ഭാരതീയർ, യുദ്ധഭൂമിയിലേക്ക് പുറപ്പെടുന്ന സമയത്ത് ഇവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെയുള്ള ഭാരതീയർ ഈ യുദ്ധവീരന്മാരുടെ ഗാഥകൾ, വീരഗാഥകൾ, അവരുടെ ആവേശപൂരിതമായ ആ കഥകൾ, വീരകഥകളൊക്കെ പാടിക്കൊടുക്കുമായിരുന്നു. ആ ഒരു ആവേശത്തിൻ്റെ പുറത്ത്, അപ്പം അതൊരു പ്രോത്സാഹനമാണ്. അവർ യുദ്ധത്തിൽ തൻ്റെ പേരും പ്രാണനും, അമർ കർ പ്രാൺ, സമർ അമർ കർ പ്രാൺ, അതായത് യുദ്ധമേ പ്രാണോങ്കോ അമർ കർ ദിയ. അർത്ഥമാക്കുന്നത് യുദ്ധത്തിൽ അവർ പോരാടി തൻ്റെ ജീവൻ ബലിയർപ്പിക്കുന്നതോടൊപ്പം തന്നെ അതിലൂടെ തൻ്റെ ജീവനെ, അല്ലെ തൻ്റെ ജീവിതത്തെ, തൻ്റെ പേരിനെ അനശ്വരമാക്കുകയാണ് ചെയ്യുന്നത്. അത്രയും വീരതയോടുകൂടി, അല്ലെങ്കിൽ അത്രയും ശൗര്യത്തോടുകൂടി, ധൈര്യത്തോടുകൂടി അവർ പോരാടിയിരുന്ന ഒരു പാരമ്പര്യം നമുക്ക് അവകാശപ്പെടാനുണ്ട്. അതാണ് ജാഗോ ഫിർ ഏക് ബാർ. അപ്പോൾ ആ ഒരു പാരമ്പര്യത്തെ നമുക്ക് മുന്നിലേക്ക് കാണിച്ചു തന്നുകൊണ്ട് കവി പറയുകയാണ് ജാഗോ ഫിർ ഏക് ബാർ, ഒരിക്കൽ കൂടി ഉണരൂ. ഇത്രയും ഒരു പാരമ്പര്യമുള്ള ഭാരതീയരുടെ പിന്മുറക്കാരാണ് നിങ്ങൾ. അപ്പോൾ ഒരിക്കൽ കൂടി ഉണരൂ. സൈന്ധവ് തുരങ്കോं पर चतुरंग चमू संग, सवा सवा लाख पर एक को चढ़ाऊंगा, गोविंद सिंह निज नाम जप कहाऊंगा. സൈന്ധവ് തുരങ്കോं पर ചതുരംഗ് ചമൂ സംഗ്. അപ്പം നമ്മുടെ പൂർവികരായിട്ടുള്ളവർ യുദ്ധക്കളത്തിലേക്ക് പോകുന്ന സന്ദർഭമാണ് ഇവിടെ വിവരിക്കുന്നത്. അവർ ഭാരതീയരായ അങ്ങോളം ഇങ്ങോളമുള്ള ആളുകളുടെ പ്രോത്സാഹന ഗീതമൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ആവേശപൂർണരായിട്ട് അങ്ങനെ യുദ്ധക്കളത്തിലേക്ക് പോവുകയാണ്. അപ്പം എങ്ങനെയാണ് അവർ പോകുന്നത്? സൈന്ധവ് തുരങ്കോം പർ ചതുരംഗ് ചമൂ സംഗ്. സൈന്ധവ് എന്ന് പറഞ്ഞാൽ സിന്ധു നദീതീരത്ത് വസിക്കുന്നവർ, അതായത് ഭാരതീയർ. തുരങ്കോം പർ, തുരങ്ക് ഘോഡ, ഹോഴ്സ്, കുതിരപ്പുറത്തേന്തി. ചതുരംഗ് ചമൂ സംഗ്, അവരോടൊപ്പം അവരുടെ സൈന്യമുണ്ട് കൂടെ. അപ്പം സൈന്യത്തിൻ്റെ ഒക്കെ അകമ്പടിയോടുകൂടിയാണ് ഇവർ യുദ്ധക്കളത്തിലേക്ക് പോകുന്നത്. ചമൂ എന്ന് പറഞ്ഞാൽ സൈന്യം എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ചതുരംഗ് എന്ന് പറഞ്ഞാൽ 4 തരത്തിലുള്ള സൈന്യം ഉണ്ട് അവർക്കൊപ്പം. ഏതൊക്കെയാണ്? കുതിരപ്പുറത്തേന്തിയ കുറേയധികം സൈനികരുണ്ട്. അതുപോലെ തന്നെ കുതിരപ്പുറത്ത് പോകുന്ന സൈനികർ, ആനപ്പുറത്തുള്ള സൈനികരുണ്ട്, പിന്നെ രഥത്തിലേറിപ്പോകുന്ന സൈനികരുണ്ട്, അതോടൊപ്പം കാലാൾപ്പട എന്ന് പറയുന്ന കാൽനടയായിട്ട് പോകുന്നവരും ഉണ്ട്. അങ്ങനെ 4 തരത്തിലുള്ള സൈനിക സംഘത്തോടൊപ്പമാണ് ഇവർ യുദ്ധക്കളത്തിലേക്ക് കുതിരപ്പുറത്ത് പായുന്നത്.
सवा सवा लाख पर एक को चढ़ाऊंगा ഗോവിന്ദ് സിംഗ് നിജ് നാം ജപ് കഹാऊंगा. അതൊരു കൊട്ടേഷനാണ്, ഡബിൾ ഇൻവേർട്ടഡ് കോമയിലാണ് ഇട്ടിരിക്കുന്നത്. അത് ഉദ്ദേശിച്ചിരിക്കുന്നത് ഗുരു ഗോവിന്ദ് സിംഗ് എന്ന സിഖ് ഗുരു, 10ാമത്തെ സിഖ് ഗുരു ആണ് ഗുരു ഗോവിന്ദ് സിംഗ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാചകമാണ് സവാ സവാ ലാഖ് പർ ഏക് കോ ചढ़ाऊंगा ഗോവിന്ദ് സിംഗ് നിജ് നാം ജപ് കഹാऊंगा. ഞാൻ എന്നെ അപ്പോൾ മാത്രമേ ഗോവിന്ദ് സിംഗ് എന്ന് വിളിക്കുകയുള്ളൂ, അപ്പോൾ മാത്രമേ എന്നെ ഗോവിന്ദ് സിംഗ് എന്ന് വിളിക്കാൻ ഞാൻ യോഗ്യനാവുകയുള്ളൂ. എപ്പോൾ? സവാ സവാ ലാഖ് പർ ഏക് കോ ചढ़ाऊंगा. ശത്രുപക്ഷത്തുള്ള അനേക ലക്ഷം സൈനികരെ വധിച്ചതിന് ശേഷം, അവരെ വകവരുത്തിയതിന് ശേഷമാണ് എൻ്റെ പക്ഷത്തുള്ള ഒരു സൈനികൻ തൻ്റെ ജീവത്യാഗം ചെയ്യുന്നത് എങ്കിൽ അപ്പോൾ മാത്രമേ ഞാൻ എന്നെ ഗുരു ഗോവിന്ദ് സിംഗ് എന്ന് വിളിക്കുകയുള്ളൂ എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതായത് ശത്രുപക്ഷത്തുള്ള സൈനികരെ പരാജയപ്പെടുത്തി കുറേ അധികം പേരെ വധിച്ചതിന് ശേഷം മാത്രമേ ഞങ്ങളുടെ പക്ഷത്തുനിന്ന് ഒരാളുടെയെങ്കിലും ജീവൻ കൊടുക്കുകയുള്ളൂ. അത്രയും അങ്ങേയറ്റം ആവേശത്തോടുകൂടി പോരാടി തന്നെ നിൽക്കുന്ന ഒരു സൈനിക പട അല്ലെങ്കിൽ ഒരു ചോർന്നു പോകാത്ത ഊർജമാണ് ഭാരതീയ യോദ്ധാക്കൾ കാത്തു സൂക്ഷിച്ചിരുന്നത്. ആ ഒരു കാര്യമാണ് ആ കൊട്ടേഷനിലൂടെ വ്യക്തമാവുന്നത്. സവാ സവാ ലാഖ് പർ ഏക് കോ ചढ़ाऊंगा ഗുരു ഗോവിന്ദ് സിംഗ് നിജ് നാം ജപ് കഹാऊंगा. किसने सुनाया यह वीर जन मोहन अति दुर्जय संग्राम राग फाग का खेला रण 12 महीनों में शेरों की मांद में आया है आज स्यार जागो फिर एक बार. किसने सुनाया यह वीर जन मोहन अति दुर्जय संग्राम राग. കിസ്നെ സുനായ. ഭാരതീയർ ഈ യോദ്ധാക്കളുടെ വീരഗാഥകളെല്ലാം പാടി നടക്കുമായിരുന്നു. അപ്പം ആ പാട്ടുകൾ ഒരു ആവേശം തന്നെയാണ്, ഒരു പ്രചോദനം തന്നെയാണ്. ആ പാട്ട് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഗുരു ഗോവിന്ദ് സിംഗ് പറയുന്നത് പോലെ, നേരത്തെ പറഞ്ഞതുപോലെയുള്ള വാചകങ്ങൾ കേട്ട് കഴിഞ്ഞാൽ ഏതൊരു യോദ്ധാവും അതിൽ ആകൃഷ്ടനാകുന്നതോടൊപ്പം എന്താണ് സംഭവിക്കുന്നത്? അവൻ്റെ ആവേശം, അവൻ്റെ വീരത, അവൻ്റെ ധീരതയൊക്കെ വർദ്ധിച്ച് അവൻ ആ യുദ്ധത്തിൽ പോരാടാനുള്ള ഒരു ശക്തിയും ഊർജവും ലഭിക്കുകയാണ് ചെയ്യുന്നത്. അതോടുകൂടി വീർ ജൻ മോഹൻ അതി ദുർജയ് സംഗ്രാം രാഗ്, അതീവ ദുർഘടം പിടിച്ച, അതായത് വിജയിക്കാൻ ബുദ്ധിമുട്ടേറിയ അതികഠിനമായ യുദ്ധങ്ങൾ പോലും, പോരാട്ടങ്ങൾ പോലും വളരെ ലളിതമായി ജയിച്ചു വരാനുള്ള ഊർജമാണ് ഇത്തരം ശക്തിയേകുന്ന വാചകങ്ങളിലൂടെയും വീരഗാഥകളിലൂടെയും ഈ യോദ്ധാക്കൾക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ഏതൊരു ബുദ്ധിമുട്ടേറിയ യുദ്ധവും അവർ വളരെ എളുപ്പത്തിൽ തന്നെ വിജയിക്കുമായിരുന്നു. അതിനുള്ള ഒരു ഊർജം ഈ പാട്ടുകളിൽ നിന്നും, ഇത്തരം വാചകങ്ങളിൽ നിന്നുമൊക്കെ, യുദ്ധഗീതങ്ങളിൽ നിന്നുമൊക്കെ അവർക്ക് കിട്ടുമായിരുന്നു. ഫാഗ് കാ ഖേലാ रण 12 महीनों में. അതോടൊപ്പം ഈ ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള സൈനികരൊക്കെ അല്ലെങ്കിൽ ധീരന്മാരൊക്കെ യുദ്ധം ചെയ്തിരുന്നത് 1-2 ദിവസത്തേക്കല്ല, അത് 12 महीनों में 12 മാസത്തോളം, ഒരു വർഷം മുഴുവൻ അവർ യുദ്ധം ചെയ്യുകയായിരുന്നു, പോരാടുകയായിരുന്നു. അതിൽ പറഞ്ഞിരിക്കുന്നത് ഫാഗ് കാ ഖേലാ रण. ഫാഗ് എന്ന് പറഞ്ഞാൽ ഹോളി അറിയാലോ, നിറങ്ങളുടെ ഉത്സവമാണ് ഹോളി എന്ന് പറയുന്നത്. അപ്പം യുദ്ധക്കളത്തിൽ ഇവർ ഹോളി ആഘോഷിക്കുകയാണ്. എന്തുകൊണ്ട്? ശത്രുപക്ഷത്തുള്ള സൈനികരുടെ ചോര ഉപയോഗിച്ച്. ചോര ചുവപ്പാണ്, ആ ചുവപ്പ് കളർ, ചുവന്ന നിറം ഉപയോഗിച്ച് ഇവർ 12 മാസവും, വർഷം മുഴുവൻ ഹോളി ആഘോഷിക്കുകയാണ്. അതായത് വർഷം മുഴുവൻ അവർ പോരാടിക്കൊണ്ടേയിരിക്കുകയാണ്. അതാണ് പറഞ്ഞത് ഫാഗ് കാ ഖേലാ रण 12 महीनों में. അപ്പം തങ്ങൾക്ക് പ്രചോദനവും ഊർജവും ഒക്കെ ഏകുന്ന യുദ്ധഗീതങ്ങളൊക്കെ കേട്ടിട്ട് വീരന്മാരായ സാഹസികരായ യോദ്ധാക്കൾ അതിൽ ആകൃഷ്ടരാകുന്നു. അതോടൊപ്പം അതിൽ നിന്നും പ്രചോദനവും ശക്തിയും ഒക്കെ ഉൾക്കൊണ്ട് ബുദ്ധിമുട്ടേറിയ യുദ്ധം പോലും വളരെ നിഷ്പ്രയാസം ജയിച്ചു കയറിയിരുന്ന ഒരു പാരമ്പര്യം ഭാരതീയർക്ക് അവകാശപ്പെടാനുണ്ട്.
അതിൻ്റെ ബാക്കി പറയാണ്. ഷേറോं की मांद में आया है आज स्यार जागो फिर एक बार. അപ്പോൾ അത്തരത്തിലുള്ള സിംഹങ്ങളാണ് ഭാരതത്തിലുണ്ടായിരുന്നത്. നമ്മുടെ പൂർവികരായിട്ടുള്ള യോദ്ധാക്കളൊക്കെയും തരത്തിലുള്ള തോൽക്കാൻ മടിക്കുന്ന, തോൽക്കാൻ തയ്യാറല്ലാത്ത, വർഷം മുഴുവൻ വളരെ ഊർജ്ജസ്വലരായി പോരാടിക്കൊണ്ടിരുന്ന സിംഹങ്ങളുള്ള ഈ നാട്ടിൽ, നമ്മുടെ ഭാരതത്തിൽ, ഷേറോं की मांद में, സിംഹത്തിൻ്റെ മടയിൽ, മാന്ത് മട, സിംഹത്തിൻ്റെ മട എന്ന് പറയുമല്ലോ. ആയാ ഹേ ആജ് സ്യാർ, ഇന്ന് ആരാണ് വന്നിരിക്കുന്നത്? സ്യാർ. സ്യാർ എന്ന് പറഞ്ഞാൽ ചെന്നായ, അതായത് നമ്മളെ നശിപ്പിക്കാൻ വന്ന ആൾക്കാർ. അതാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്? ഇംഗ്ലീഷുകാരെ, ബ്രിട്ടീഷുകാരെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ കവിത എഴുതിയിരിക്കുന്നത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപാണ്. അപ്പോൾ നമ്മുടെ ഭാരതീയരെ സിംഹത്തോട് ഉപമിച്ചിരിക്കുന്നു. അതാണ് ഷേറോं की मांद में, സിംഹത്തിൻ്റെ മടയിൽ, ഭാരതത്തിൽ. ആയാ ഹേ ആജ് സ്യാർ, ഇന്ന് കുറുക്കന്മാർ അല്ലെങ്കിൽ കഴുകന്മാർ വന്നെത്തിയിരിക്കുന്നു, വന്നു ചേർന്നിരിക്കുന്നു. അതുകൊണ്ട് ജാഗോ ഫിർ ഏക് ബാർ, ഒരിക്കൽ കൂടി ഉണരൂ. ഈ പറഞ്ഞ മോഹിപ്പിക്കുന്ന നമ്മളുടെ പൂർവികരുടെ കഥകളും അവരുടെ യുദ്ധഗീതങ്ങളും ഒക്കെ ഈ പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മുൻപിലോട്ട് നിരത്തി ഉദാഹരണ സഹിതം കാണിച്ചു തരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് നമ്മുടെ ഭാരതത്തിൽ ഇംഗ്ലീഷുകാർ കടന്നു വന്ന് നമ്മുടെ സ്വാതന്ത്ര്യമെല്ലാം ഹനിച്ച് ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ജാഗോ ഫിർ ഏക് ബാർ, ഉണരൂ ഒരിക്കൽ കൂടി എന്ന് ഓർമ്മിപ്പിക്കുകയാണ് കവി.